അടുത്ത വാർത്തയിലേക്ക് പോയാൽ തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെയും കുറേ വെളിപ്പെടുത്തലും തെളിവുകളും ഒക്കെ ഈ കാര്യങ്ങളും ഒക്കെ വന്ന ദിവസമായിരുന്നു ഇന്നലെ. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണമൊക്കെ വന്ന ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു അപ്ഡേറ്റിലേക്ക് പോവുകയാണ് നമ്മൾ. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗത്തിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. പ്രതികൾ സംസ്ഥാനം വിട്ടതായാണ് നിലവിലെ സൂചന. സ്പായിലെ സഹജീവനക്കാരിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നുണ്ട്. പോലീസുകാർ മാസപ്പടി വാങ്ങിയെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കുമെന്ന സൂചന കൂടി വരുന്നു. ശ്രീരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീരാജെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ശ്രീരാജ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഗുഡ് മോർണിംഗ് സേതു. പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെയും പിടികൂടിയ ഒരു കേസാണിത്. അതായത് സുബിൻ അലക്സാണ്ടർ എന്ന മരണ സുബിനും അതുപോലെ തന്നെ ബെർലിൻ ദാസും, അങ്ങനെ രണ്ട് പ്രതികളെയാണ് നിലവിൽ ഈ കേസിൽ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള 4 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. ഇവർ സംസ്ഥാനം വിട്ടതായിട്ടാണ് നിലവിൽ സൂചനയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവരുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അഭിഭാഷകരെ ബന്ധപ്പെടാനോ ആ തരത്തിലുള്ള നീക്കമായിരിക്കാം ഈ പ്രതികൾ നടത്തിയത് എന്നാണ് നിലവിൽ പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇവരെക്കുറിച്ച് ലഭ്യമല്ല. നമുക്കറിയാം, ഇവർ നേരത്തെ തന്നെ ഗുണ്ടാ പശ്ചാത്തലമുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ്. ഇവർ സമാനമായ രീതിയിൽ മുൻപും തിരുവല്ലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത നാളുകളിലെല്ലാം തന്നെ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയും സംസ്ഥാനത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലേക്കും ഇവർ മാറുന്ന ഒരു പതിവ് രീതിയാണ് ഈ സുബിൻ അലക്സാണ്ടറിനും സംഘത്തിനുമുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ഇത്തവണയും ഇത്തരത്തിൽ സംസ്ഥാനം വിട്ടു പോയേക്കാനുള്ള സാധ്യതയാണ് നിലവിൽ പോലീസ് കാണുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാണ് എന്ന് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് ഇവരെ കണ്ടെത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സ്പായിലെ ജീവനക്കാരി നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തൻ്റെ സഹജീവനക്കാരിയായ സഹപ്രവർത്തകയെ ചൊല്ലിയുള്ളതായിരുന്നു. സഹപ്രവർത്തകയെ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ അന്വേഷണം നടക്കും, അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സഹപ്രവർത്തകയ്ക്ക് ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള മുൻപരിചയമുണ്ടോ, ഇവർ ഇവിടേക്ക് എത്തിയതിൽ, ഈ കൊട്ടേഷൻ സംഘം ഈ സ്പായിലേക്ക് എത്തിയതിൽ ഈ സഹപ്രവർത്തകയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്പാ ഉടമ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി പരാതി നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നേരത്തെ ഉന്നയിക്കപ്പെട്ടതുപോലുള്ള കുടിപ്പക, സ്പാ കേന്ദ്രീകരിച്ചുള്ള കുടിപ്പക, ഉടമകൾ കേന്ദ്രീകരിച്ചുള്ള കുടിപ്പക ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ സമാനമായ തരത്തിലുള്ള സംഭവങ്ങൾ ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവല്ല കേന്ദ്രീകരിച്ചെല്ലാം നടന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു ആരോപണവും ആക്ഷേപവും എല്ലാം തിരുവല്ല ഈ പറഞ്ഞ പോലെ തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പോലീസിനുള്ളിലെ ആഭ്യന്തര അന്വേഷണം, ഈ അവർക്ക് എന്തെങ്കിലും ഈ മാസപ്പടിയൊക്കെ ഉദ്യോഗസ്ഥർ വാങ്ങിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജിലൻസ് അന്വേഷിക്കും. പിന്നെ ഇപ്പൊ ശ്രീരാജ് പറഞ്ഞ പോലെ സ്പായിലെ ജീവനക്കാരൊക്കെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. ഇപ്പം ഈ പീഡനത്തിനിരയായ സ്ത്രീ അവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇതൊക്കെ ഈ ആ വന്ന സംഘത്തിനോടൊപ്പം, ആ ഗുണ്ടാ സംഘത്തോടൊപ്പം തന്നെ ഇവരും കൂടി ചേർന്ന് ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്ന മൊഴി. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഈ ചിത്രം എന്താണ് യഥാർത്ഥത്തിൽ നടത്തുന്ന ചിത്രം വ്യക്തമാകും.